അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വല തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന 8ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിലെ 18 ആയത്തുകൾ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ വിശദീകരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ആയത്തുകളാണ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചത്. أعوذ بالله من الشيطان الرجيم. ولقد خلقنا فوقكم 7 طرائق وما كنا عن الخلق غافلين وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. ഈ 2 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. വലഖദ് ഖലഖ്നാ ഫൗഖകും 7 തറായിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിങ്ങൾക്ക് മീതെ നാം 7 വഴികൾ അഥവാ ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വമാ കുന്ന അനിൽ ഖൽഖി ഗാഫിലീൻ. ആ സൃഷ്ടിപ്പിനെപ്പറ്റി നാം ഒട്ടും അശ്രദ്ധനല്ലതാനും. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർള്. ആകാശത്ത് നിന്ന് ഒരു ഖദർ അനുസരിച്ച്, കൃത്യമായൊരു കണക്കനുസരിച്ച് നാം വെള്ളം ഇറക്കുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. തീർച്ചയായും അതിനെ പോക്കിക്കളയാൻ, ഇല്ലാതാക്കുവാൻ നാം കഴിവുള്ളവൻ തന്നെയാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത വചനത്തിൽ ആ ആയത്തുമായി കണക്റ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെടുത്തി മറ്റു ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് ആയത്തിൽ അല്ലാഹു പറയുന്നത്? فأنشأنا لكم به جنات من نخيل وأعناب جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. അല്ലാഹു പറയുന്നത്, فأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. എന്നിട്ട് അത് അഥവാ വെള്ളം മുഖേന ഈത്തപ്പനകളുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നിങ്ങൾക്കായി നാം ഉൽപ്പാദിപ്പിച്ചു. നിങ്ങൾക്കവയിൽ ധാരാളം പഴങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. ഫഅൻശഅന, എന്നിട്ട് നാം ഉൽപ്പാദിപ്പിച്ചു അല്ലെങ്കിൽ വളർത്തി, ലക്കും നിങ്ങൾക്ക് വേണ്ടി, ബിഹി അത് മുഖേന അഥവാ വെള്ളം മുഖേന, ജന്നാത്ത് തോട്ടങ്ങൾ, മിൻ നഖീലിൻ നഖീൽ ഈത്തപ്പന, വ അനാബിൻ ഐനബ് മുന്തിരി, വ അനാബിൻ മുന്തിരികളാലുള്ളതും, ഫവാക്കിഹു കസീറ ഫവാക്കിഹ് പഴങ്ങൾ, കസീറ ധാരാളം, വമിൻഹ അവയിൽ നിന്ന് തഅക്കുലൂൻ നിങ്ങൾ തിന്നുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ അല്ലാഹു പറയുന്നത്, അല്ലാഹു ഒരു കൃത്യമായ കണക്കനുസരിച്ച് വെള്ളം ഭൂമിയിലേക്ക് ഇറക്കി. ആ വെള്ളത്തെ പടച്ച തമ്പുരാൻ പോക്കിക്കളഞ്ഞില്ല, അതിനെ അള്ളാഹു ഭൂമിയിൽ തങ്ങി നിർത്തുന്നതാക്കി.
ആ വെള്ളം മുഖേന അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അള്ളാഹുവിൻ്റെ തുടർച്ചയായ കാരുണ്യത്തിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ആയത്ത് എന്നാണ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. കാരണം നോക്കൂ, നിങ്ങൾ ഓരോന്ന് എടുത്തു നോക്കിയാൽ വെള്ളം, അതേപോലെ ഓരോ നിഅമത്തുകൾ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ ഇങ്ങനെ എടുത്തു നോക്കിയാൽ റബ്ബിൻ്റെ റഹ്മത്തുകളാണ്, നിഅമത്തുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ ആയത്ത് എന്നാണ് ആര് പറയുന്നത്? ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഫഅൻശഅനാ ലകും ബിഹി, ആ വെള്ളം മുഖേന നിങ്ങൾക്ക് നാം ഉണ്ടാക്കി തന്നു. ആകാശത്ത് നിന്ന് പെയ്യിച്ച ആ ഒരൊറ്റ വെള്ളം കൊണ്ടാണ് ഭൂമിയിലെ വൈവിധ്യമാർന്ന സസ്യലതാദികൾ മുളച്ചു പൊന്തുന്നത്. എന്തൊരു അത്ഭുതമാണത്! ഒരു വെള്ളത്തിൽ നിന്നാണ് വിവിധ തരത്തിലുള്ള വിവിധ രീതിയിലുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്. വെള്ളം ഒന്നാണെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുടെ നിറവും രുചിയും ഗുണമൊക്കെ വ്യത്യാസമാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണത്. അള്ളാഹു ആകാശത്ത് നിറക്കുന്ന വെള്ളം, ആ വെള്ളം അത് ഉപയോഗപ്പെടുത്തി ഭൂമിയിലുണ്ടാകുന്ന ഫലങ്ങൾ, ആ ഫലങ്ങളുടെ രുചിയിൽ വ്യത്യാസമുണ്ട് അല്ലേ, അതിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്. വളരെ അത്ഭുതമാണത്. അതാണ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വനുസ്ഖാ ബിമാഇൻ വാഹിദിൻ വനുഫദ്ദിലു ബഅദഹാ അലാ ബഅദിൻ ഫിൽ ഉക്ൽ എന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അവക്കെല്ലാം ഒരേ വെള്ളമാണ് കുടിപ്പിക്കപ്പെടുന്നത്, എങ്കിലും അവയിൽ ചിലതിനേക്കാൾ ഫലങ്ങളിൽ നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താ? അള്ളാഹു ഇറക്കിയ വെള്ളം കൊണ്ട് അള്ളാഹു ഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ പഴവർഗ്ഗങ്ങളിൽ ഒരേ വെള്ളം ഉപയോഗിച്ച് വിവിധ രീതിയിൽ, വിവിധ ടേസ്റ്റുള്ള, വിവിധ മണമുള്ള, അതേപോലെ തന്നെ വിവിധ നിറങ്ങളിലുള്ള ഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലങ്ങളിൽ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടങ്ങളിൽ അവർക്ക് ഏറ്റവും പരിചയമുള്ള രണ്ട് ഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. ജന്നാത്തിൻ മിൻ നഖീലിൻ വ അഅനാബിൻ. ജന്നാത്തിൻ മിൻ നഖീലിൻ വ അഅനാബിൻ. ഖുർആൻ അവതരിക്കുന്ന ആ കാലഘട്ടത്തിൽ അറബികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അവരുടെ സാമ്പത്തികമായ ഭക്ഷണ വ്യവസ്ഥയുടെ അടിസ്ഥാനവുമായ അല്ലെങ്കിൽ ആധാരവുമായ രണ്ട് പ്രധാന വിളകളാണ്, പഴങ്ങളാണേത്? ഈത്തപ്പഴവും അതേപോലെ തന്നെ മുന്തിരിയും എന്നുള്ളത്. അതിനെ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫവാക്കിഹു കസീറ, ധാരാളം പഴവർഗ്ഗങ്ങൾ. വെറുമൊരു ആഹാരം എന്നതിനപ്പുറം മനുഷ്യൻ ആസ്വാദനവും സന്തോഷവും നൽകുന്ന വലിയൊരു ഫലശേഖരം തന്നെ അള്ളാഹു ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഈ ആയത്തിലെ ഒരു പദം എടുത്തുകൊണ്ട് ഫഅൻശഅനാ ലക്കും, ലക്കും എന്ന് പറയുന്ന പദം, അഥവാ നിങ്ങൾക്ക് വേണ്ടി, ആ വാക്കിലാണ് ആര്? ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി ഊന്നൽ നൽകുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അള്ളാഹു ഈ തോട്ടങ്ങളും പഴങ്ങളും വെച്ചുപിടിപ്പിച്ചത് മനുഷ്യൻ്റെ നിലനിൽപ്പിനും അവൻ്റെ ജീവൻ സംരക്ഷിക്കാനും വേണ്ടിയാണ് എന്നും, പ്രപഞ്ചത്തിലെ ജലചക്രവും അതേപോലെ തന്നെ സസ്യജാലങ്ങളും മനുഷ്യ കേന്ദ്രീതമായിട്ടാണ് അള്ളാഹു രൂപകൽപ്പന ചെയ്തത് എന്നൊക്കെയാണ് മഹാനായ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. വമിൻഹാ തഅക്കുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ചില പഴങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് തിന്നാൻ പറ്റും. ഭൂമിയിലുണ്ടാകുന്ന ചില പഴങ്ങൾ അപ്പോൾ തന്നെ തിന്നാൻ പറ്റും. വേറെ ചിലതോ അത് ഉണക്കി സൂക്ഷിച്ച്, ഉദാഹരണത്തിന് ഉണക്കമുന്തിരി, ആ നാട്ടിലുള്ള ആളുകളുടെ പതിവ് അങ്ങനെ, അത് ഉണക്കി എന്ത് ചെയ്യാറുണ്ട്? പിന്നീട് ഭക്ഷിക്കാറുണ്ട്. ഈ കാലത്തും അത് പതിവാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ സമയത്ത് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തിന്നാൻ പറ്റുന്നതുണ്ട്, അത് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ നിഅമത്തുകളാണ്. അപ്പോൾ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തുനിന്നൊരു നിശ്ചിതമായ തോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറക്കി. ആ ഭൂമിയിൽ ഇറക്കിയ വെള്ളത്തെ അവൻ സംരക്ഷിച്ച് നിർത്തി, അവനതിന് പോക്കിക്കളഞ്ഞിട്ടില്ല. ആ വെള്ളം ഉപയോഗിച്ച് നമുക്കെന്ത് നൽകി? ഈന്തപ്പഴം, അതേപോലെ തന്നെ മുന്തിരി പോലെയുള്ള വ്യത്യസ്തമായ
ഫലവർഗ്ഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഈ ആയത്തിൽ നിന്ന് പാഠങ്ങളൊന്ന് അനുഗ്രഹങ്ങളുടെ തുടർച്ചയാണ്. നമ്മൾ പറഞ്ഞു, വെള്ളം മാത്രമല്ല, അതിലൂടെ ആഹാരവും ഉപജീവനവും നൽകി അള്ളാഹു അവൻ റബ്ബാണ്, അവൻ സംരക്ഷകനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ആയത്ത്. അതേപോലെ തന്നെ ആസ്വാദനത്തിനുള്ള അനുവാദമുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാൽ, ഇസ്ലാം വന്യമായ സന്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അള്ളാഹു നൽകിയ നല്ല രുചിയുള്ള പഴങ്ങൾ തിന്നാനും അത് ആസ്വദിക്കാനും അള്ളാഹു മനുഷ്യന് അവകാശം നൽകുന്നുണ്ട് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നത് പുനരുദ്ധാനത്തിൻ്റെ തെളിവാണ്. ഉണങ്ങി വരേണ്ട മണ്ണിലേക്ക് വെള്ളം ചെന്ന് അത് പച്ച പിടിക്കുന്നതും അതിൽ നിന്ന് ജീവൻ മുളച്ചു പൊന്തുന്നതും കാണിച്ചു തരുന്നതിലൂടെ മരണപ്പെട്ട മനുഷ്യരെ പരലോകത്ത് അല്ലാഹു എങ്ങനെ ജീവിപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം അതുകൂടെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് ഭക്ഷണ മര്യാദകൾ. ഭക്ഷണ മര്യാദകൾ എന്ത് ചെയ്യണം? വമിൻഹാ തഅക്കുലു, നിങ്ങളതിൽ നിന്ന് തിന്നുകയും ചെയ്യുന്നു. അപ്പോൾ പലവിധ രുചികളിലുള്ള പഴങ്ങളും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ ഓർക്കണം. ഭക്ഷണത്തെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ആക്ഷേപിക്കാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞ മാ ആബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വആമൻ ഖത്തു എന്നാണ്. ഒരു ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചിട്ടില്ല, കുറ്റം പറഞ്ഞിരുന്നില്ല. പ്രവാചകൻ ഇഷ്ടപ്പെട്ടാൽ നബി കഴിക്കും, ഇല്ലെങ്കിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കും. എന്നാൽ വിമർശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ തിരുമേനി ത്വായിഫിലേക്കൊരു യാത്ര നടത്തുന്നുണ്ട്. ആ ത്വായിഫ് യാത്രയിൽ അദ്ദാസി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുള്ളൊരു കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ത്വായിഫിൽ ചെന്ന് ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു, അങ്ങേയറ്റം പീഡനങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്തുബയുടെയും ഷൈബയുടെയും ഒക്കെ തോട്ടത്തിൽ തണലിലായിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു വേലക്കാരൻ, അദ്ദാസ് എന്ന് പറയുന്ന വേലക്കാരൻ ഒരു പാത്രത്തിൽ ഒരു മുന്തിരി കുറച്ച് മുന്തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തേക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാണ് അത് കഴിക്കാൻ തുടങ്ങിയത്. മരുഭൂമിയിൽ വെച്ച് അള്ളാഹു നൽകിയ ആ മുന്തിരിപ്പഴങ്ങൾക്ക് നന്ദി അർപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മനുഷ്യൻ കണ്ട് അത്ഭുതപ്പെട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേദനയുടെ പ്രയാസത്തിൻ്റെ സന്ദർഭത്തിലാണ്. അവിടെ തനിക്കൊരു നിഅമത്ത് ലഭിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞ് കഴിക്കാൻ, അൽഹംദുലില്ലാ എന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ഓർക്കാൻ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കണം. ഭക്ഷണത്തിൻ്റെ മര്യാദകൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, ബിസ്മില്ല എന്ന് പറയണം. മറന്ന പോയാലോ ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറയണം. നമ്മുടെ ഭാഗത്ത് നിന്ന് കഴിക്കണം. അങ്ങനെയുള്ള മര്യാദകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. രണ്ട്, ഈ പഴങ്ങളും അതേപോലെ തന്നെ ഫലങ്ങളുമൊക്കെ നമ്മളിൽ പല ആളുകൾക്കും അവരുടെ സ്വത്തുക്കളിൽ ധാരാളമായിട്ടുണ്ടാകും. അവരതിൻ്റെ സക്കാത്ത് കൊടുക്കാൻ മറന്നു പോകാൻ പാടില്ല. അവരതിൻ്റെ സക്കാത്തിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു കാർഷിക സംസ്കാരം, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, കൃഷി ഉണ്ടാക്കിയെടുക്കുക, ഇത് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ പുണ്യമുള്ള കാര്യമാണെന്ത്? കൃഷി കാർഷികമായ രംഗത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. മരം നട്ടാലുള്ള പ്രതിഫലം നമുക്കറിയാം. ഒരു മരം നട്ടാൽ അതിൽ നിന്ന് കിളികളൊക്കെ ഭക്ഷിച്ചു പോയാൽ അതിൻ്റെ കൂലി അതിൻ്റെ ഉടമസ്ഥന് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ 20-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്? വശജറതൻ തഖ്റുജു മിൻ തൂരി സൈനാഅ അതംബുതു ബിദ്ദുഹ്നി വസ്ബഗിൻ ലിൽ ആകിലീൻ. വളരെ ചെറിയ ഒരായത്താണ്. വശജറതൻ, ഒരു വൃക്ഷത്തെയും, തഖ്റുജു, അത് പുറപ്പെടുന്നു, മിൻ തൂരി സീനാ പർവ്വതത്തിൽ നിന്ന്, തംബുതു, അത് മുളച്ചു വളരുന്നു, ബിദ്ദുഹ്ൻ, എണ്ണയോടുകൂടി, വസ്ബഗിൻ, കറിയായും, ലിൽ ആക്കിലീൻ, തിന്നുന്നവർക്ക്. അഥവാ സീനാ പർവ്വതം പ്രദേശത്ത് നിന്ന് മുളച്ചുണ്ടാകുന്നൊരു വൃക്ഷത്തെയും നാം ഉൽപ്പാദിപ്പിച്ചു തന്നു. അത് എണ്ണയുമായിട്ടാണ് വളരുന്നത്. തിന്നുന്നവർക്കൊരു കൂട്ടാനും അതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഴ മൂലം എന്ത് ലഭിച്ചു? ഫലങ്ങളുണ്ടായി,
വിവിധ തരത്തിലുള്ള പഴങ്ങൾ ഭൂമിയിൽ നിന്നുണ്ടാകുന്നതിനെ കുറിച്ചാണ് തൊട്ട് മുകളിൽ ആയത്തിൽ പറഞ്ഞത്. അതേപോലെ അള്ളാഹു അതിൽ നിന്ന് ഒരു പ്രത്യേകമായ വൃക്ഷത്തെ, അതിൻ്റെ നിഅമത്തുകളെ അള്ളാഹു എടുത്തു പറയാണ്. നോക്കൂ നിങ്ങൾ, മുമ്പത്തെ ആയത്തുകളിൽ വെള്ളത്തെക്കുറിച്ചും അതിലുണ്ടാകുന്ന ഈന്തപ്പന, മുന്തിരി ഇങ്ങനെയുള്ള തോട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ ശേഷം മനുഷ്യനേറെ ഔഷധ ഗുണമുള്ള പോഷക സമൃദ്ധമായ സവിശേഷമായൊരു മരത്തെയും അതിൻ്റെ ഫലത്തെയും കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ എടുത്തു പറയുന്നത്. അതാണ് ഒലീവ്, സൈത്തൂൻ എന്നാണ് അതിനറിയാം. അല്ല, ചില ആളുകൾക്കത് അറിയാൻ സാധിക്കും. ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അതിൽ അദ്ദേഹം ഊന്നി പറയുന്നത് ഈ ആയത്തിൽ പരാമർശിച്ച ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിനും ഒലീവിൻ്റെ ഗുണങ്ങൾക്കുമാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് രണ്ടുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കാരണം ഈ ആയത്തിൽ വശജറത്തൻ തഖ്റുജു മിൻ തൂരി സൈന തംബുതു ബിദ്ദുഹിൻ വസ്ബഗിൻ ലിൽആഖീലിൻ, ഇതിനൊരു പശ്ചാത്തലമുണ്ട്, ഒരു ഒലീവ് മരമുണ്ട്, അതേപോലെ തന്നെ അതിലെ ഫലങ്ങളുണ്ട്. അപ്പം അതിനെയാണ് ആര് വിശദീകരിക്കുന്നത്? ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ പ്രദേശം, ഒലീവ് മരമുണ്ടാകുന്ന പ്രദേശം, അതിന് ചില പ്രത്യേകത നമ്മളത് വിശദീകരിക്കും. അപ്പോൾ തൂരി സൈന എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാം, നമുക്കറിയാം മൂസാ നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ മൂസാ നബിയോട് അള്ളാഹു നേരിട്ട് സംസാരിച്ച ചരിത്ര പ്രസിദ്ധമായ തൂർ പർവ്വതത്തെയാണ് ഈ ആയത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, തൂരി സൈന എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ തംബുതു ബിദ്ദുഹിനി വസ്ബഗിൻ, എണ്ണയും കൂട്ടാനും ഉൽപ്പാദിപ്പിക്കുന്നു. ഒലീവ് പഴത്തിൽ നിന്ന് മനുഷ്യന് എണ്ണ ലഭിക്കുന്നുണ്ട്, സൈത്തൂൻ എണ്ണ. അത് പാകം ചെയ്യാൻ കേവലം ഒരു കൊഴുപ്പ് മാത്രമല്ല, മറിച്ച് ഭക്ഷണങ്ങൾ പാകം ചെയ്യാനും ശരീരത്തിൽ പുരട്ടാനും വിളക്കുകൾ കത്തിക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാവുന്ന ഒരു എണ്ണയാണ് സൈത്തൂൻ എന്നുള്ളത്. അതിൻ്റെ കൂടെ പറഞ്ഞ് വസ്ബഗിൽ ആഖിലീൻ, തിന്നുന്നവർക്കൊരു കൂട്ടാനുമാണെന്നാണ്. തിന്നുന്നവർക്കൊരു കൂട്ടാനുമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അസ്സിബഗ്, മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അസ്സിബഗ് എന്ന് പറഞ്ഞാൽ മാ യുസ്ബഗു ബിഹിൽ ഖുബ്സു ഐ യുഗ്മസു ഫീഹി ലിൽ ഇദാം. സിബഗ് എന്നാൽ റൊട്ടി മുക്കി തിന്നാൻ ഉപയോഗിക്കുന്ന കറിയോ കൂട്ടാനോ ആണ്. അത് ഭക്ഷണത്തിന് രുചിയും മണവും നൽകുന്നു എന്ന് ഇമാം തോബിരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ മനുഷ്യന് ഒരേ സമയം ആഹാരമായും അതേസമയം മറ്റ് ആഹാരങ്ങൾ നന്നാക്കാനുള്ള കറിയായും ഉപയോഗിക്കാൻ പറ്റുന്ന സൈത്തൂൻ എന്ന് പറയുന്ന എണ്ണയെക്കുറിച്ചാണ് അള്ളാഹുവിടെ വിശദീകരിക്കുന്നത്. ഈ മരത്തെ വിശുദ്ധമായ ഒരു പ്രദേശവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞത് അതിൻ്റെ പവിത്രതയെയും പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. ഇപ്പോൾ സൈത്തൂൻ മരം, അതിനെ അള്ളാഹു എടുത്തു പറഞ്ഞത്, ആ ഒരു പ്രദേശത്തെ ചേർത്തു പറഞ്ഞത് ആ പ്രദേശത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കാനാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒലീവ് മരത്തിൻ്റെ സവിശേഷതകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മരവുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളിലേക്കുമാണ് അദ്ദേഹം ചെയ്യുന്നത് വിശദീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ മുബാറക്ക്, അനുഗ്രഹീതം എന്ന് വിശേഷിപ്പിച്ച മരമാണ് ഇത് ഒലീവ് എന്ന മരം. സൂറത്തു നൂറിൽ അതിനെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നൂറ്റാണ്ടുകളോളം നശിച്ചു പോകാതെ ജീവിക്കുന്ന മരമാണിത്. വെള്ളം കുറഞ്ഞ വരണ്ട മലഞ്ചെരുവുകളിൽ പോലും ഇത് പച്ചപ്പോടന്തിയും നിലനിൽക്കും. നിങ്ങൾ ഒലീവെണ്ണ ഭക്ഷിക്കുകയും അത് ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. കാരണം അത് അനുഗ്രഹീതമായ ഒരു മരത്തിൽ നിന്നുള്ളതാണ് എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം. ചരിത്രപരമായ ചില പശ്ചാത്തലം, തൂർ പർവ്വതം, അതിൻ്റെ പവിത്രത എന്ന് പറഞ്ഞാൽ മൂസാ നബിക്ക് അല്ലാഹു തൗറാത്ത് നൽകിയതും അതേപോലെ തന്നെ നേരിട്ട് സംസാരിച്ചതൊക്കെ ഇവിടെ നിന്നാണ്, തൂരി സീന പർവ്വതത്തിൽ നിന്നാണ്. ആ വിശുദ്ധ മണ്ണിൽ സമൃദ്ധിയായി വളരുന്ന ഒലീവിനെക്കുറിച്ച് പറഞ്ഞത് വഴി ആ സസ്യത്തിൻ്റെ പവിത്രത അള്ളാഹു ഉയർത്തി കാണിക്കുകയാണ്. മനസ്സിലായത്? ആ പ്രദേശത്തേക്ക് ബന്ധപ്പെടുത്തിയാണ്, അവിടേക്ക് ചേർത്താണ് ഒലീവിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത്. ചില ചരിത്രങ്ങളിൽ കാണാൻ നൂഹ് നബി അലൈഹി സ്വലാം, നൂഹ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ ഒലീവ് കൊമ്പ്, കപ്പലിലിരുന്ന നൂഹ് നബി ഭൂമിയിൽ വെള്ളം ഒടുങ്ങിയോ എന്നറിയാൻ ഒരു പ്രാവിനെ വിട്ടപ്പോൾ അത് ചുണ്ടിൽ ഒരു ഒലീവ് ഇലയുമായിട്ടാണ് തിരിച്ചു വന്നത് എന്നൊക്കെ ചില ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിലൊരു സമാധാനത്തിൻ്റെ ചിഹ്നമായിക്കൊണ്ടൊക്കെ ഒലീവിനെ പരിചയപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. എന്തായാലും ഒലീവിന് പ്രത്യേകത ഉണ്ട്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഏറെ ഉപകാരപ്രദമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒന്നാണ്. അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങൾ നോക്കൂ നിങ്ങൾ. വെള്ളം, ആ വെള്ളത്തിൽ നിന്നുണ്ടായ ഫലങ്ങൾ, അതേപോലെ തന്നെ ആ ഫലങ്ങൾ നമ്മൾ കഴിക്കുന്നു. അതോടൊപ്പം തന്നെ ഒലീവ് മരം, അതിലെ സൈത്തൂൻ എണ്ണ, ഇങ്ങനെ വിവിധ അനുഗ്രഹങ്ങൾ. ഒരേ വെള്ളം കൊണ്ട് അള്ളാഹു ഈന്തപ്പഴവും മുന്തിരിയും പോലുള്ള മധുര പഴങ്ങൾ മാത്രമല്ല തന്നത്, ശരീരത്തിന് അത്യാവശ്യമായ കൊഴുപ്പും എണ്ണയും നൽകുന്ന ഒലീവും തന്നു. ഇതൊരു അത്ഭുതമാണ്. ഒരു വെള്ളത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒലീവ് എണ്ണ വെറുമൊരു ഭക്ഷണമല്ല, മറിച്ച് രോഗശമനവും ഔഷധവുമാണ്. മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾ ഖുർആൻ കൃത്യമായി കൊണ്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. അനുഗ്രഹീതമായൊരു പ്രദേശത്ത്, പർവ്വതത്തിലാണ് ചെയ്യുന്നത്, അത് ഒലീവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്തിനും ഒലീവിനും പ്രത്യേകതയുണ്ട് എന്നൊക്കെ ഈ ആയത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്ത് ചെയ്യണം, നമ്മൾ ശീലിക്കണം എന്ന് ചില പണ്ഡിതന്മാർ ഈ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതേപോലെ സസ്യങ്ങളുടെ ഔഷധ ഗുണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളുടെ പിറകെ നമ്മൾ സഞ്ചരിക്കണമെന്നൊക്കെ ചില പണ്ഡിതന്മാർ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 18-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ 19-ാമത്തെ ആയത്തും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ 2 ആയത്തുകൾ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 19-ാമത്തെ ആയത്തിൽ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയം നമ്മളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ 19-ാമത്തെയും 20-ാമത്തെയും ആയത്ത് പഠിച്ചു. ഇനി നമ്മൾ 21-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ വേറെ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهَا وَلَكُمْ فِيهَا مَنَافِعُ كَثِيرَةٌ وَمِنْهَا تَأْكُلُونَ. ഇതാണ് 21-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്? തീർച്ചയായും നിങ്ങൾക്ക് നാൽക്കാലികളിൽ വലിയൊരു ഗുണപാഠമുണ്ട്. അവയുടെ വയറുകളിലുള്ളതിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു. നിങ്ങൾക്കവയിൽ ധാരാളം ഉപകാരങ്ങളുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. വഇന്നലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫിൽ അൻആമി, നാൽക്കാലികളിൽ, അഥവാ ആട്, മാട്, ഒട്ടകം മുതലായ നാൽക്കാലികളിൽ, ലഇബ്റ, വലിയൊരു ഗുണപാഠം, ചിന്താവിഷയം. നുസ്ഖീക്കും, നാം നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു, മിമ്മാ ഫീ ബുതൂനിഹ, ബത്തിന് വയറാണ്, മിമ്മാ ഫീ ബുതൂനിഹ, അവയുടെ വയറുകളിൽ ഉള്ളതിൽ നിന്ന്, വലക്കും ഫീഹ, നിങ്ങൾക്കവയിലുണ്ട്, മനാഫിഉ കസീറ, ധാരാളം ഉപകാരങ്ങൾ, വമിൻഹ, അവയിൽ നിന്ന് തഅക്കുലൂൻ, നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. വലിയ വിശദീകരണം ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരായത്താണിത്. അപ്പോൾ ആദ്യത്തെ ഇതുവരെയുള്ള ആയത്തുകളിൽ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ, വെള്ളം കൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലാഹു വെള്ളം ഇറക്കി, അതിനെ സൂക്ഷിച്ചു വെച്ചു, അതിനെ പോക്കിക്കളഞ്ഞില്ല. ആ വെള്ളം മുഖേന തോട്ടങ്ങൾ, മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ, അതേപോലെ തന്നെ വേറെയും ധാരാളം പഴങ്ങൾ ഉണ്ടാക്കി. ആ പഴങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ തൂരിസീന പർവ്വതത്തിൽ, അനുഗ്രഹീതമായ തൂരിസീന പർവ്വതത്തിൽ ഒലീവ് മരത്തിൽ നിന്നുണ്ടാകുന്ന സൈത്തൂനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. അത് ഒരു കേവലം എണ്ണയാണ്. അത് കേവലം എണ്ണ മാത്രമല്ല, അതൊരു കറിയായി, ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഒരു കറിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നിഅമത്ത് കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് അല്ലാഹു ഈ ആയത്തിൽ മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാണ്. കന്നുകാലികളാകുന്ന അനുഗ്രഹം. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിന് വളരെ ആവശ്യമുള്ള ഒന്നാണ് കന്നുകാലികൾ. അവയിൽ നിന്ന് നമുക്ക് പാല് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം അതല്ലാത്ത ഉപകാരങ്ങളുണ്ട്. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഈ ആയത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ വെള്ളം, ഈന്തപ്പന, മുന്തിരി, ഒലീവ് എന്നീ സസ്യജാലങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ വിവരിച്ച ശേഷം അള്ളാഹു മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്ത മൃഗസമ്പത്തിനെക്കുറിച്ചാണ്, നാൽക്കാലികളെക്കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുന്നത്. ലഇബ്റ, മഹത്തായ ഗുണപാഠം, ഈ ആയത്തിലെ പ്രയോഗമാണല്ലോ, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്നുള്ളത്. നാൽക്കാലി മൃഗങ്ങളുടെ സൃഷ്ടിപ്പിലും അവ മനുഷ്യന് ചെയ്തു തരുന്ന സേവനങ്ങളിലും വലിയ ഉപദേശവും ചിന്താവിഷയങ്ങളുമുണ്ട് എന്ന് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. പറയേണ്ട ആവശ്യം പോലുമില്ല, വളരെ വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മനസ്സിലാക്കാൻ പറ്റും. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹ, ശുദ്ധമായ പാല്, അല്ലേ? ചാണകത്തിനും രക്തത്തിനും ഇടയിലൂടെയാണ് അള്ളാഹു തികച്ചും
ശുദ്ധവും രുചികരവുമായ പാല് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിച്ച് തരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ അള്ളാഹു ഇത് പറയുക, ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർറത്തിൻ വദമിൻ ലബനൻ ഖാലിസൻ, പിന്നെ സായിഅൻ ലിശാരിബിൻ എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹലിൽ നമുക്ക് വായിക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് നാൽക്കാലികളിൽ ഒരു ഗുണപാഠമുണ്ട്. അവയുടെ വയറുകളിലുള്ള ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് ശുദ്ധമായതും കുടിക്കുന്നവർക്ക് ഇമ്പമുള്ളതുമായ പാൽ നാം നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അതൊരു അത്ഭുതമാണത്. അള്ളാഹു ആ അത്ഭുതത്തെയാണ് ഇവിടെ ഈ ആയത്തിൽ എടുത്തു പറയുന്നത്. പിന്നെ മനാഫിഉ കസീറ, ധാരാളം ഉപകാരങ്ങളുണ്ട്, മറ്റു ഉപകാരങ്ങൾ ധാരാളമുണ്ട്. പാലിനും മാംസത്തിനും പുറമെ അവയുടെ രോമം, തോല്, പിന്നെ അതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എല്ലുകൾ കൊണ്ട് ഉപകാരമുണ്ട്, വസ്ത്രം ഉണ്ടാക്കുക, അങ്ങനെ പല കാര്യങ്ങൾ, ബാഗുകൾ ഉണ്ടാക്കാൻ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ മൃഗത്തിൻ്റെ മറ്റു പിന്നെ വസ്തുക്കൾ, അതിൻ്റെ തോല് പോലെയുള്ള കാര്യങ്ങൾ, രോമം പോലെയുള്ള കാര്യങ്ങളൊക്കെ മൃഗങ്ങളത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മാംസം ആ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ പാല് നമുക്ക് കുടിക്കാം. അതേപോലെ തന്നെ അതിനെ അറുത്താലോ നല്ല മാംസമായിക്കൊണ്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ കന്നുകാലികളെന്ന് പറയുന്നത്, മൃഗങ്ങളെന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ അവന് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തദബ്ബുർ, അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കാൻ, അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ആയത്ത് ഒരു എന്താ പറയുക, പ്രേരണ നൽകുന്ന ആയത്താണ്. ജീവനുള്ള മൃഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്തത്തിൻ്റെയോ ചാണകത്തിൻ്റെയോ ദുർഗന്ധമില്ലാതെ കുടിക്കുന്നവൻ ആസ്വാദ്യകരമായ പാല് നിർമ്മിച്ച് നൽകുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക, ഒരു സൃഷ്ടിപ്പിലെ വൈഭവം അതെത്ര തന്നെ അത്ഭുതമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ആലോചിക്കാൻ എന്ത് ചെയ്യണം, ഈ ആയത്ത് നമ്മൾ ഗൗരവമായി കാണണം. പിന്നെ പാലിന് പ്രത്യേകതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരുപാട് സ്ഥലത്ത് പാലുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ പോലും നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാല് പിന്നെ നൽകുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്തത് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ കാണാം. അത് ആ കാലഘട്ടത്തിൽ പതിവ് ഒട്ടകത്തിൻ്റെ പാല്, അതേപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളുടെയൊക്കെ കുടിക്കൽ അനുവദനീയമായ പാലുകളെക്കുറിച്ച് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ യാത്ര നടത്തുന്ന സമയത്ത് ഉമ്മു മഅബദിൻ്റെ ആടിനെ കറന്നൊരു ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ ഒരു ആടിനെ നോക്കുന്ന സ്ത്രീയാണ് അവർ. അവരുടെ വീട്ടിൽ അവരുടെ സ്വന്തം ആടുകളാണ്, പക്ഷെ അതിനൊന്നും പാലുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കറക്കാൻ അനുവാദം ചോദിച്ചു. അവർ പറഞ്ഞു പാലില്ലാത്തതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ അകിടൊക്കെ കഴുകി വൃത്തിയാക്കി ബിസ്മി ചൊല്ലി ആ അകിടിൽ നിന്ന് പാല് കറന്നു. നബി കുടിച്ചു, അബൂബക്കർ റളിയല്ലാഹു കുടിച്ചു, അതേപോലെ തന്നെ അവർക്ക് കൊടുത്തു, അവരുടെ ഭർത്താവിന് കൊടുത്തു. വലിയ ചരിത്രമാണ്. അവിടെയൊക്കെ പാലുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചരിത്രങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം 22-ാമത്തെ ആയത്തിൽ തൊട്ടുടനെ പറയുന്നത് വ അലൈഹാ വ അലൽ ഫുൽഖി തുഹ്മലൂൻ. അത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതോടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. വ അലൈഹാ വ അലൽ ഫുൽഖി തുഹ്മലൂൻ, അവയുടെ നാൽക്കാലികളുടെ പുറത്തും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം നാൽക്കാലികളിൽ നിന്ന് അത് നിങ്ങൾക്ക് ഇബറത്താണ്, ഗുണപാഠാണ്. അതിലെന്തുണ്ട്, പാലുണ്ട്, മറ്റുപകാരങ്ങളുണ്ട്. എന്നിട്ട് അതിൽ ആ മൃഗങ്ങൾ കൊണ്ട് തന്നെയുള്ള വേറൊരു ഉപകാരം എന്താ, വ അലൈഹ വ അലൽ ഫുൽക്കി തുഹ്മലൂൻ, അവയുടെ നാൽക്കാലികളുടെ പുറത്തും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. വ അലൈഹ എന്ന് പറഞ്ഞാൽ അവയുടെ പുറത്ത്, വ അല മേലിൽ, പിന്നെ ഫുൽക്ക് കപ്പലുകൾ, തുഹ്മലൂൻ വഹിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹു മനുഷ്യർക്ക് കരയിലും കടലിലും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിരിക്കുന്നതിനെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നത് വിശദീകരിക്കുന്നത്. ഒട്ടകം, കുതിര, കഴുത തുടങ്ങിയ മൃഗങ്ങൾ കരയിലൂടെ അതിൻ്റെ പുറത്ത് നമ്മൾ സഞ്ചരിക്കും. കടലിൽ പിന്നെ കപ്പലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. കരയിലെ കപ്പലായിക്കൊണ്ട് ഒട്ടകത്തെ പിന്നെ എന്താ പറയുക പരിചയപ്പെടുത്താറുണ്ട്. കരയിലെ കപ്പലാണ് ഒട്ടകം എന്നൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളാണ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ പിന്നെ 19-ാമത്തെ ആയത്ത് മുതൽ 22-ാമത്തെ ആയത്ത് വരെയുള്ള ആയത്തുകളാണ്. 19 മുതൽ 22 വരെയുള്ള ആ ഫഅൻശഅനാ ലക്കും ബിഹി ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബിൻ ലക്കും ഫീഹാ ഫവാകിഹു കസീറത്തുൻ വമിൻഹാ തഅകുലൂൻ. എന്നിട്ട് വെള്ളം മുഖേന ഈന്തപ്പനകളുടെയും മുന്തിരികളുടെയും തോട്ടങ്ങൾ നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നു. നിങ്ങൾക്ക് അവയിൽ ധാരാളം പഴങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു എന്നതാണ് ആദ്യം നമ്മൾ പഠിച്ച ആയത്ത്.
ആ ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വശജറതൻ തഖ്റുജു മിൻ തൂരി സീന അതംബുതു ബിദ്ദുഹൻ വസുബഗിൽ ലിലാഖിലിൻ. തൂരി സീന പ്രദേശത്ത് നിന്ന് മുളച്ചുണ്ടാകുന്ന ഒരു വൃക്ഷത്തെയും നാം ഉൽപ്പാദിപ്പിച്ചു. ഒലീവ് മരമാണ്, അത് എണ്ണയുമായിട്ടാണ് വളരുന്നത്, തിന്നുന്നവർക്ക് ഒരു കൂട്ടാനും അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം മറ്റൊരു അനുഗ്രഹത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു ഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ വലക്കും ഫീഹാ മനാഫിഉ കസീറത്തുൻ വമിൻഹാ തഅകുലൂൻ. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ആ അനുഗ്രഹത്തെക്കുറിച്ച്, അവയിൽ നിന്ന് ലഭിക്കുന്ന പാലിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വ അലൈഹ വ അലൽ ഫുൽക്കി തുഹ്മലൂൻ. ആ മൃഗങ്ങളുടെ മുകളിൽ, ആ മൃഗങ്ങളുടെ മേലും കപ്പലിലും മനുഷ്യൻ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു സൂചിപ്പിച്ചു. അപ്പോൾ റബ്ബിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കരുത്ത് പകരുന്ന ആയത്തുകളാണ്, റബ്ബിൻ്റെ നിഅമത്തുകൾ എണ്ണി പഠിപ്പിക്കുന്ന ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഈ ആയത്തുകൾ നന്നായി ഓതി പഠിക്കാൻ ശ്രമിക്കുക. ഒരു നല്ല ഖാരിയുടെ, നല്ല ഖിറാഅത്ത് നടത്തുന്ന ഒരു ഖാരിയിൽ നിന്ന് ആ ഓത്തുകൾ കേട്ട് അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഓതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.